നമ്മളെ വീട്ടിൽ എത്ര കുറച്ച് ചോറ് വെച്ചാലും ചോറ് ബാക്കിയാവും. അത് പിന്നെ നമ്മളെന്താക്കും ഫ്രിഡ്ജിലൊക്കെ വെക്കും. അപ്പൊ അതിന് പകരം നമുക്ക് വൈകുന്നേരം ചായക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതായത് ഒരു വട ഉണ്ടാക്കാം. അപ്പൊ ഈ വട എങ്ങനെ ഉണ്ടാക്കും നമുക്കൊന്ന് നോക്കിയാലോ? ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിപ്പോ ഒരു 2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതൊരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അപ്പൊ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു 1/4 കപ്പ് അരിപ്പൊടി. അപ്പൊ ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് കടലക്കപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളകിന്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഇതാ ഞാനിങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കുക. ഞാനിപ്പോ ചേർത്ത ഉപ്പ് കണക്കാണ്. അപ്പൊ അതാ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പ് വടമൊക്കെ പരത്തി എടുക്കൂലെ, അതേപോലെ ഒരു ബോൾ എടുക്കുക, എന്നിട്ടൊന്ന് കൈമേൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതേപോലെ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം വേഗം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ വടയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇപ്പൊ ഞാനിതാ ഇതേപോലെ ഒരു 4 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു ഭാഗം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതാ ഒരു ഭാഗം നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറൊക്കെ ബാക്കിയാൽ ഇങ്ങനെ വേഗം ഉണ്ടാക്കിയെടുത്താൽ മതി. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സും കൂടിയാണിത്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാനെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരിക്കൽ ചോറായതുകൊണ്ട് എണ്ണ കുടിക്കുന്നു, പക്ഷെ എണ്ണ ഒട്ടും കുടിക്കാതെ ഒരു സ്നാക്സ് ആണിത്. ഞാനിതാ ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വളരെ ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം ചായക്കൊക്കെ വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.